തിരുവല്ല സ്റ്റേഷനിൽ മുൻപും പോലീസുകാർ മദ്യപിച്ചെത്തി ബഹളം വെച്ചു. 3 മാസത്തിനിടെയുണ്ടായ വ്യത്യസ്ത സംഭവങ്ങളിൽ ഇതുവരെ ഒരാൾക്കെതിരെ മാത്രമാണ് നടപടി വന്നിട്ടുള്ളത്. സീനിയർ CPO രാജ്കുമാർ മദ്യപിച്ച് ജോലിക്കെത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പഴയ സംഭവങ്ങളൊക്കെ ചർച്ചയാവുന്നത്. ഒരേ സ്ഥലം സമാന പ്രവൃത്തി, മൂവരും സിവിൽ പോലീസ് ഓഫീസർമാർ. വിഷുദിനത്തിൽ മിനുങ്ങിയെത്തിയത് അനിൽകുമാർ. വന്നതും സബ് ഇൻസ്പെക്ടറോട് കയർത്തു. സഹപ്രവർത്തകർക്ക് കാര്യം പിടികിട്ടിയെന്ന് ബോധ്യപ്പെട്ടതോടെ അനിൽകുമാർ ഇറങ്ങിയോടി. പോലീസുകാർ പിന്തുടർന്ന് പിടികൂടുകയും പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്തു. അനിൽകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് 2 മാസം പിന്നിടുമ്പോഴും നടപടി ഏതുമുണ്ടായിട്ടില്ല. രണ്ടാമത്തെ സംഭവം മെയ് 12-നാണ്. മദ്യപിച്ചെത്തിയ ദിനേശ് കുമാറിനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ലഭിച്ചു. വൈകാതെ ദിനേശ് കുമാർ സസ്പെൻഷനിലായി. ഒടുവിലത്തെ സംഭവം ജൂൺ 3-നായിരുന്നു. രാജ്കുമാർ അന്ന് GD ചാർജിലായിരുന്നു. മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കടന്നുകളയാനും ശ്രമമുണ്ടായി. വിദൂരത്തേക്ക് സ്ഥലം മാറ്റം നൽകണമെന്ന് ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇയാൾക്കെതിരെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 3 പേരുടെ ഭാഗത്തുനിന്നും സമാന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഉണ്ടായത്. എന്നാൽ നടപടി ദിനേശ് കുമാറിൽ ഒതുങ്ങി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.